ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഉരുളൻകിഴങ്ങ് ഫ്രൈ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് ഒരല്പം എണ്ണ വളരെ കുറച്ച് മതി. ഒരു ചെറിയ സ്പൂണിന് 2 സ്പൂണ് എണ്ണ, ചെറിയ സ്പൂണിന് നമ്മൾ ഈ ചോറൊക്കെ നിന്ന് കഴിക്കുന്ന സ്പൂണില്ലേ അതിന് ഒരു 2 സ്പൂൺ എണ്ണ മതി. അതിനകത്തോട്ട് ഇത് 1/2 സ്പൂണ് ജീരകം, 1/4 സ്പൂണ് കായമാണ്. കായം നമ്മൾ എല്ലാത്തിനും ഓൾമോസ്റ്റ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കും. അപ്പം നമ്മളുടെ ഉരുളൻകിഴങ്ങ് ഒരു വില്ലനാണല്ലോ വയറുവേദനയുടെ. അപ്പം നമ്മൾ കായം പ്രത്യേകിച്ച് ഉപയോഗിക്കണം. അപ്പം കടുകിന്റെ സ്ഥാനത്ത് ഞാൻ ജീരകം ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും കടുക് ഉപയോഗിക്കാം. അപ്പം ഞാൻ എണ്ണ ഇവിടെ ചൂടായിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തോട്ട് ഞാൻ ഈ കായവും ജീരകവും കൂടെ ചേർത്തു. ആ കടുക് പൊട്ടി കഴിയുമ്പം നമ്മൾ ഇതിനകത്തോട്ട് ഉരുളൻകിഴങ്ങ് ഇടും. കടുക് പൊട്ടിയപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് ഇതിനകത്തോട്ട് അങ്ങ് ഇടുകയാണ്. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനധികം എണ്ണയുടെ ആവശ്യമില്ല. ഇതിനകത്ത് ഒരല്പം പെരുംജീരകത്തിന്റെ പൊടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളൻകിഴങ്ങ് ഞാനൊന്ന് എണ്ണ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ആവശ്യാനുസരണമാണ്. അപ്പം നമ്മളുടെ ഉരുളൻകിഴങ്ങ് 3 ഞാൻ മുറിച്ചത്. അപ്പം അതനുസരിച്ച് ഉപ്പിടണം. അപ്പം ഞാൻ ഒരു അര സ്പൂൺ ഉപ്പിട്ടാൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നു. അപ്പം 1/2 സ്പൂൺ ഉപ്പ് കൊണ്ട് ആയിക്കൊള്ളു. പിന്നെ ഉരുളൻകിഴങ്ങല്ലേ വെന്ത് വരുമ്പം അതിന് ഉപ്പ് അകത്തോട്ട് വേണം. 1/2 സ്പൂണാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇനി വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണ്. ഞാൻ ഇതിനകത്തോട്ട് മുളക് പൊടി, ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. എന്നാലും ഒരല്പം ഒരു സ്പൂണ് മൊത്തം ഇടുന്നില്ല കേട്ടോ. ഇതുണ്ട്, കുറച്ചാണ്. ഇത്രയും മുളക് പൊടി ഇടുക. ഇനി ഇത് ഞാൻ പെരുംജീരകം ഇതിനകത്ത് ഇടുന്നില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ ഞാനിപ്പോൾ കഴിക്കുന്നില്ല. ഇത് വേണ്ടവർക്ക് അത് വേണ്ട, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അല്ലെങ്കിൽ ഈ പെരുംജീരകം ഇട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമുക്കിതങ്ങ് അടച്ചു വെക്കാതെ. അറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പം നമുക്കറിയാമല്ലോ, ഒന്ന് ഉടച്ച് നോക്കിയാൽ മതി. വെന്ത് കഴിഞ്ഞാൽ ഗ്യാസ് നിർത്തി വെക്കണം. ഓക്കെ, ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഉടഞ്ഞു വന്നപ്പം ഞാനിത് നിർത്തി വെച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കമൻറ്റും ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.